പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ NXT വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന ലാഡർ മത്സരത്തിൽ വിജയിച്ച ജോ ഹെൻറി NXTയുടെ പുതിയ ചാമ്പ്യൻ ആകുന്ന ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അവസാനം റിക്കി സയൻസിനെ ആ ലാഡറിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടുകൊണ്ട് ജോ ഹെൻറി ആ NXT ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനുള്ള കാരണം ഒബാഫെമി NXT ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്ത് മെയിൻ റോസ്റ്ററിലേക്ക് കോഡ് മാറിയത് കൊണ്ടാണ്. നിലവിൽ NXT ബ്രാൻഡിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റെസ്ലറാണ് ജോ ഹെൻറി എന്നുള്ളത് കൊണ്ടാണ് ജോ ഹെൻറിയെ തേടിയൊരു NXT ചാമ്പ്യൻഷിപ്പ് വന്നെത്തിയിരിക്കുന്നത്. ജോ ഹെൻറി NXT ചാമ്പ്യൻ ആയതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ടൊമാസോ ചാമ്പ AEWയിലേക്ക് കോഡ് മാറിയതിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഡൈനാമൈറ്റ് വീക്കിലി എപ്പിസോഡിലായിരുന്നു ടൊമാസോ ചാമ്പ AEWയിലേക്ക് ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു ഡെബ്യൂ നടത്തിയത്. ഡൈനാമൈറ്റ് എപ്പിസോഡിൽ TNT ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന മാർക്ക് ബ്രിസ്കോയുടെ ഓപ്പൺ ചലഞ്ചിന് ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ടൊമാസോ ചാമ്പ വന്നത് വലിയ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞായറാഴ്ച നടന്ന AEWയുടെ കൊളീഷൻ എന്ന വീക്ക്ലി എപ്പിസോഡിൽ മെയിൻ ഇവൻറ്റിൽ TNT ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്ത ടൊമാസോ ചാമ്പ മാർക്ക് ബ്രിസ്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ TNT ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ടൊമാസോ ചാമ്പയുടെ AEWന് വേണ്ടിയിട്ടുള്ള ആദ്യ മത്സരത്തിൽ തന്നെ മാർക്ക് ബ്രിസ്കോയെ പരാജയപ്പെടുത്തി ചാമ്പ്യൻ ആകാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ AEW ഗംഭീരമായിട്ടുള്ള ഒരു പുഷ് തന്നെയാണ് ടൊമാസോ ചാമ്പയ്ക്ക് അവരുടെ കമ്പനിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടൊമാസോ ചാമ്പ AEW കൂടാരത്തിലേക്ക് എത്തിയത് അത് വലിയ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നില്ല. പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ ടൊമാസോ ചാമ്പയെ TNT ചാമ്പ്യനാക്കി എന്ന് പറയുന്നത് കുറച്ച് ഞെട്ടലുണ്ടാക്കിയതായിരുന്നു. ഇത് റോയൽ റംബിൾ വാർത്തകൾക്കിടയിൽ നമ്മൾ പങ്കുവെക്കാൻ വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. ടൊമാസോ ചാമ്പ AEWയിലേക്ക് കോഡ് മാറിയതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ജെ ഊസോയുടെ ലേറ്റസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെ സംബന്ധിച്ചാണ്. ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ജെ ഊസോയും കൂടി ഭാഗമായിട്ടുണ്ടായിരുന്ന ഫാക്ഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് അഭിപ്രായങ്ങളാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നിലവിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഗ്രൂപ്പിന് ഇപ്പോൾ വലിയ രീതിയിൽ ആളുകൾ വെറുക്കുന്നുണ്ട് എന്നും അതിൻ്റെ കാരണം ഞങ്ങളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടുള്ളത് ആണെന്നും ജെ ഊസോ പറയുന്നുണ്ട്. എനിക്കറിയില്ല ജെ ഊസോ ആരെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനെ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ജെ ഊസോ പറയുന്നത്. ഇപ്പോൾ റെസ്ലിംഗ് ഇങ്ങനെ കത്തി നിൽക്കാൻ കാരണം ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനാണെന്ന് ജെ ഊസോ വളരെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അതിൽ കുറച്ച് സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ആരൊക്കെയോ വളരെ രൂക്ഷമായിട്ട് നടത്തിയ വിമർശനങ്ങൾ അത് ജെ ഊസോയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ ജെ ഊസോ നിരന്തരം പങ്കുവെക്കുന്നത്. ഇന്നലത്തെ റോ എപ്പിസോഡിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് റോമൻ റീൻസിനെതിരെ ബ്ലഡ് ലൈനെ ഉദ്ധരിച്ചുകൊണ്ട് കുറേയധികം സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ ഈ റെസ്ലിംഗ് ഇൻഡസ്ട്രിയെ മാനിപ്പുലേറ്റ് ചെയ്ത് കമ്പനിയുടെ മുകളിലേക്ക് എത്തിയതിനെ സംബന്ധിച്ചൊക്കെ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് പങ്ക് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ പങ്കിനെതിരെയുള്ള ഒരു മറുപടി ആയിരിക്കുമോ ജെ ഊസോയുടെ ഈ ഒരു പ്രതികരണം എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നു. എന്തായാലും ജെ ഊസോയും ജിമ്മി ഊസോയും ഊസോസ് എന്ന് പറയുന്ന ടീം റോമൻ റീൻസ് മെൻസ് റോയൽ റംബിളിൽ വിജയിച്ചതിനെ വലിയൊരു സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നത് നമുക്ക് റോ എപ്പിസോഡിൽ ഇവരുടെ സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചതാണ്. വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടും റോമൻ റീൻസിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോമൻ റീൻസുമായി പ്രശ്നങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ റോമൻ റീൻസിനെതിരെയോ നമുക്ക് ഈ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ജെ ഊസോ പങ്കുവെച്ച് എന്ന് പറയാൻ സാധിക്കില്ല. ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാമിലി അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷന് എതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എതിരെ ജെ ഊസോയുടെ ഒരു കടന്നാക്രമണമാണ് നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ബ്ലഡ് ലൈൻ റീയൂണിയൻ ചെയ്യിപ്പിച്ച് പഴയ പവറിലേക്ക് അവർ തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നാലാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് റെസ്ലിംഗ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് AJ സ്റ്റൈൽസിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരികയുണ്ടായി. AJ സ്റ്റൈൽസ് റോയൽ റംബിൾ 2026 ഗന്ധറിനെതിരെ കിലർ മുന്നോട്ടേക്ക് വെച്ച് മത്സരിച്ച് പരാജയപ്പെട്ട സ്റ്റൈൽസ് ഇനി WWE റിങ്ങിലേക്ക് കയറില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സ്ഥിരീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ട്രിപ്പിൾ എച്ച് അടക്കം AJ സ്റ്റൈൽസിൻ്റെ സ്റ്റാറ്റസ് ഇനി റിങ്ങിലേക്കില്ല എന്നുള്ളത് ആയിട്ട് പങ്കുവെക്കുമ്പോൾ തന്നെ AJ സ്റ്റൈൽസ് WWE ഓൺ സ്ക്രീനിൽ ഇനിയൊരു റിംഗ് പെർഫോമറായിട്ട് വരില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. കൂടാതെ AJ സ്റ്റൈൽസ് WWE സൈൻ ചെയ്ത കോൺട്രാക്റ്റ് ഫെബ്രുവരി 1-ാം തീയതി തന്നെ അവസാനിക്കുന്നു എന്നുള്ള ഒരു വാർത്തകളും മുൻപേ അറിയാൻ സാധിച്ചത് കൊണ്ട് തന്നെ AJ സ്റ്റൈൽസിൻ്റെ WWE ഒരു കോൺട്രാക്റ്റ് അവസാനിച്ചപ്പോൾ അദ്ദേഹം WWE ഭാഗമല്ല എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ AJ സ്റ്റൈൽസ് ഇനി എന്ത് ചെയ്യും എന്നുള്ളവർക്ക് ഒരു
കൃത്യമായിട്ടുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. AEWൻ്റെ ബാക്ക് സ്റ്റേജിൽ അതായത് ഹയർ ഒഫീഷ്യൽസ് AJ സ്റ്റൈൽസിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഡിസ്കഷൻസ് നടത്തുന്നുണ്ടെന്നും AJ സ്റ്റൈൽസ് AEWയിലേക്ക് വരാൻ ഒരുക്കമാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് മുന്നോട്ടേക്ക് വെക്കാൻ AEW തയ്യാറാണെന്നുമുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. AEW AJ സ്റ്റൈൽസിൻ്റെ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുക്കമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. AJ സ്റ്റൈൽസിൻ്റെ കരിയറിലെ അവസാനത്തെ മത്സരം സ്റ്റൈൽസ് 2026 തന്നെ കളിക്കും. അതിപ്പോൾ റോയൽ റംബിളിൽ നടന്ന മത്സരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. WWE കരിയർ AJ സ്റ്റൈൽസ് അവസാനിപ്പിച്ചു. AJ സ്റ്റൈൽസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും വലിയൊരു നെടുംതൂൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗം TNA റെസ്ലിങ്ങിൻ്റെ ഫേസ് ആയിട്ട് നിന്നതായിരുന്നു. ഇതേ TNA റെസ്ലിങ്ങിൻ്റെ ഒരു റിങ്ങിൽ തന്നെയായിരിക്കും AJ സ്റ്റൈൽസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന പ്രൊഫഷണൽ റെസ്ലിംഗ് മത്സരവും കളിക്കാൻ പോകുന്നത്. അപ്പോൾ 2026 തന്നെ ആ ഒരു മത്സരം കളിച്ച് പൂർണ്ണമായിട്ട് ഇൻ റിംഗ് കരിയറിനോട് സ്റ്റൈൽസ് വിട പറയും. ഇതിനിടയിൽ AEWയിൽ ഒരു ചാൻസ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. 1-2 മത്സരങ്ങൾ AEWയിലും കളിച്ച് സ്റ്റൈൽസ് റിട്ടയർമെൻറ്റ് അവിടെയും പ്രഖ്യാപിച്ച് പിന്നീട് TNA റെസ്ലിംഗിലേക്ക് വന്ന് ഫുൾ ടൈം കരിയറിന് അവസാനം കുറിക്കുന്ന അവസാനത്തെ ആ ഒരു റിട്ടയർമെൻറ്റ് മാച്ചും കൂടി കളിക്കുമെന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന ചില അപ്ഡേഷൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.